ഹലോ ഗൈസ്. നാളത്തേക്കുള്ള നിഫ്റ്റിയുടെ അനാലിസിസ് നമ്മൾ നോക്കാനായിട്ട് പോവുകയാണ്. അപ്പം ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ സ്പോട്ട് പ്രൈസിന്റെ ചാർട്ടിൽ 5 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണ്. അപ്പം നാളത്തേക്ക് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്ന റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് ഒന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം മെൻഷൻ ചെയ്ത ലെവലാണ്. അതായത് 23,150 മുതൽ 23,175 വരെയുള്ള ഏരിയ എന്നാണ് ഒരു റെസിസ്റ്റൻസ് ആണ്. അപ്പം ഈ ഒരു ലെവല് നാളെയും ഒരു റെസിസ്റ്റൻസ് ആയിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യും. മാർക്കറ്റ് ഒരുപക്ഷെ ഒരു ചെറിയൊരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നിന്ന് മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് റിജക്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഞാൻ ഓൾറെഡി ഈ ഒരു വീഡിയോയിൽ ഞാൻ ഫ്യൂച്ചറിന്റെ ഓർഡർ ഫ്ലോ ചാർട്സിന്റെ ചെറിയ ചെറിയ ലെവൽസ് ഞാൻ പറയുന്നുണ്ട്. അപ്പൊ ആ ലെവൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് നാളത്തെ ട്രേഡിംഗിൽ. കാരണം ഈ ഒരു ഏരിയയിൽ ആ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് റിജക്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം നാളത്തേക്ക് ഡൗൺ സൈഡിലേക്ക് ഞാൻ പ്ലാൻ ചെയ്യുന്ന ഇവിടെയാണ്. ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് റിജക്ട് ചെയ്യുന്നത് കണ്ടാൽ നമുക്കൊരു ഡൗൺ സൈഡ് ആയിട്ട് പ്ലാൻ ചെയ്യാം. ഇനിയിപ്പോ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ തന്ന മാർക്കറ്റ് താഴേക്ക് വന്നാലും നമുക്കൊരു ഡൗൺ സൈഡ് പ്ലാൻ ചെയ്യാം. അതേപോലെ തന്നെ ആ, ഒരു ഈ ഒരു ഏരിയ ഇന്ന് ക്രിയേറ്റ് ചെയ്ത ലോ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 23,067 ആ ഒരു ലെവലെ ബ്രേക്ക് ചെയ്ത് ചെറിയൊരു സ്കാൽപ്പിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. മാർക്കറ്റ് 23,000 ലെവലിലേക്ക് എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം ഇതൊരു സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. അപ്പം ഈ ഒരു ഏരിയ നിങ്ങൾ മാർക്ക് 23,000 മുതൽ 22,957 വരെ ലെവൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് ബൗൺസ് ചെയ്യാനുള്ള റിവേഴ്സ് ആകാനുള്ള ചാൻസ് ചെറിയ റിവേഴ്സൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യാം. അപ്പം ആ ഒരു എൻട്രി പ്ലാൻ ചെയ്യുന്ന നാളത്തെ ഒരു മാർക്കറ്റിന്റെ ബിഹേവിയർ ഒക്കെ നോക്കി മാത്രമേ ഇവിടെ ഒരു എൻട്രി പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ നമ്മളിത് കറക്റ്റ് ആയിട്ട് നമ്മുടെ എന്തെങ്കിലും ഒരു കൺഫർമേഷൻ കിട്ടുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ ഫർദർ ഒരു ഡൗൺ മൂവ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഈ ഒരു ലെവലിന് താഴെയാണ്. 22,957 താഴെ നമുക്ക് അഗെയിൻ ഒരു നല്ലൊരു ഡൗൺ മൂവ് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി 22,800 ലെവലിലേക്ക് മാർക്കറ്റ് എത്താനുള്ള ഒരു പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അഗെയിൻ മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് റിവേഴ്സ് ആകുന്ന കണ്ടാൽ ഒരു ലോങ്ങിന്റേക്കുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് തന്നെ പ്ലാൻ ചെയ്യാവുന്നതാണ്. 22,800 മുതൽ ഞാൻ 22,720 വരെയുള്ള ഒരു ഏരിയ ഒരു സപ്പോർട്ട് സോണാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടാണ്. ഓക്കെ, ഞാൻ നേരെ നിഫ്റ്റിയുടെ ഓർഡർ ഫ്ലോ ചാർട്ടിലേക്ക് പോവാണ്. ഓർഡർ ഫ്ലോയിൽ അതായത് നിഫ്റ്റിയുടെ ഫ്യൂച്ചറിന്റെ പ്രൈസിൽ ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിരുന്നു. അതായത് നിഫ്റ്റി ഈ ഒരു ലെവലിൽ നിന്ന് ഇന്ന് ഈ ഒരു ഏരിയ അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം മാർക്ക് ചെയ്ത അതേ ലെവൽ റെസിസ്റ്റൻസ് ഏരിയ അപ്പൊ ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് റിജക്ട് ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഡൗൺ സൈഡ് എൻട്രി പ്ലാൻ ചെയ്യാം. അതായത് ഫ്യൂച്ചറിന്റെ ചാർട്ട് നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. ഇവിടെ ഒരു റെസിസ്റ്റൻസ് അതായത് ഇന്ന് നല്ല രീതിയിൽ സെൽ വോളിയം വന്ന ഒരു ഏരിയ ആണ്. അതായത് 23,200 മുതൽ 23,212 വരെയുള്ള ആ ഒരു ഏരിയ എന്ന് പറയുന്നത് സ്റ്റേക്ക് ഇംബാലൻസ് ആണ്. അതായത് ഇവിടെ ഒരു നല്ല രീതിയിൽ സെൽ വോളിയം നടന്ന ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ പ്രൈസ് ഈ ഒരു ലെവലിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് പ്രൈസ് താഴേക്ക് റിജക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ആ ഒരു റിവേഴ്സൽ കാണുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴേക്ക് ഒരു എൻട്രി പ്ലാൻ ചെയ്യാം. ഇത് ഫ്യൂച്ചറിന്റെ ചാർട്ടാണ്. അപ്പൊ അതേപോലെ തന്നെ എഗെയിൻ മാർക്കറ്റ് ഈ ഒരു ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടുന്നും പ്രൈസ് റിജക്ട് ചെയ്യാനുള്ള ചാൻസ്. അപ്പൊ അപ്സൈഡിലേക്ക് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ മുകളിൽ മാത്രമേ നിങ്ങൾ അപ്സൈഡ് പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ. അതായത് 23,250 മുതൽ 23,260 വരെയുള്ള ഒരു ഒരു സോണാണ് ഇത്. ഫ്യൂച്ചറിന്റെ ചാർട്ടിലാണ്. കാരണം ഇന്നും മാർക്കറ്റ് എന്താണ് ബയേഴ്സ് ട്രാപ്പ് ആയിരിക്കുന്ന ആ ഒരു ഏരിയ എന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഓക്കെ, അതേപോലെ തന്നെ ഡൗൺ സൈഡിലേക്ക് നമ്മൾ പ്ലാൻ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. അതായത് നിഫ്റ്റിയുടെ സ്പോട്ട് പ്രൈസിന്റെ പ്രീവിയസ് ഡേ ലോ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു സ്കാൽപ്പിംഗ് ഓപ്പർച്യൂണിറ്റി ഉള്ള കാര്യം പറഞ്ഞു. പക്ഷെ നമ്മൾ ഫ്യൂച്ചറിന്റെ ചാർട്ടിൽ താഴേക്കുള്ള എൻട്രി പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവല് അതായത് 23,130 മുതൽ 23,113 ലെവല് കട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഒരു ഡൗൺ സൈഡ് എൻട്രി പ്ലാൻ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ് അപ്പം ഈ ഒരു ലെവലിൽ നിന്നൊക്കെ മാർക്കറ്റ് താഴേക്ക് വന്ന് ചെറിയൊരു ടാർഗറ്റ് ഒക്കെ ആയിട്ട് ഈ ഒരു ലെവലിൽ നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. ചെറിയൊരു പ്രോഫിറ്റ് നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പം ഈ ലെവൽസ് ഒക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ഫ്യൂച്ചറിന്റെ ചാർട്ടിലും അതുപോലെ തന്നെ സ്പോട്ട് പ്രൈസിൽ നമ്മൾ പറഞ്ഞ ലെവൽസ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ മാർക്ക് ചെയ്യുക. അപ്പൊ അതേപോലെ തന്നെ എല്ലാ ദിവസവും നമ്മൾ പറയുന്ന പോലെ തന്നെ നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടിൽ നിഫ്റ്റിയുടെ വാല്യൂ ഹൈയും ലോയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് വാല്യൂരിയ ഹൈ എന്ന് പറയുന്നത് 23,289 അതുപോലെ വാല്യൂരിയ ലോ എന്ന് പറയുന്നത് 23,200 അപ്പം ഈ ഒരു വാല്യൂരിയന്റെ ഉള്ളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫാൾസ് ബ്രേക്ക് ഔട്ട് അതുപോലെ തന്നെ സൈഡ് വൈസ് മാർക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ എന്താണ് മാർക്കറ്റ് ഈ ഒരു വാല്യൂരിയന്റെ പുറത്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 1 അവർ മാർക്കറ്റിന്റെ പെർഫോമൻസ് ഇപ്പോൾ ഒരു ഡയറക്ഷൻ മുന്നോട്ടാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ മാർക്കറ്റ് ട്രെൻഡിങ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഡൗൺ സൈഡിൽ മാർക്കറ്റ് ഈ ഒരു വാല്യൂരിന്റെ ലോയിന്റെ താഴെ മാർക്കറ്റ് ഓപ്പൺ ചെയ്താലും നമുക്കൊരു ഡൗൺ സൈഡ് പ്ലാൻ ചെയ്യാം. പക്ഷെ ആദ്യത്തെ ഒരു 1 അവറിന്റെ ബിഹേവിയർ ഒക്കെ നോക്കിയിട്ട് മാത്രം നമുക്ക് അത് കൺഫേം ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പം നിങ്ങൾ ഈ വാല്യൂരിയ ഹൈയും ലോയും ഒക്കെ ഒന്ന് കറക്റ്റ് മാർക്ക് ചെയ്ത് നോക്കുക. മാർക്കറ്റിന്റെ ഒരു എങ്ങനെയായിരിക്കും മാർക്കറ്റിന്റെ ബിഹേവിയർ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് വളരെ യൂസ്ഫുൾ ആണ്.
ഓക്കെ. അതേപോലെ തന്നെ നാളത്തെ നിഫ്റ്റി, ഇന്നത്തെ നിഫ്റ്റിയുടെ POC എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയാണ്, 23,250 ഓക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുപോലെ തന്നെ നമ്മളൊരു കാര്യം മെൻഷൻ ചെയ്യാൻ വിട്ടുപോയി. അതായത് നമ്മൾ മാർക്കറ്റ് പ്രൊഫൈൽ ആൻഡ് ഓർഡർ ഫ്ലോയുടെ മെന്റർഷിപ്പ് പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം പുതിയൊരു ബാച്ച് ഈ മാസം 15 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു കോഴ്സിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഒരു മെന്റർഷിപ്പ് പ്രോഗ്രാമിന്റെ പാർട്ടാകുന്ന അടുത്ത ദിവസം മുതൽ തന്നെ നിങ്ങൾക്ക് നമ്മളോടൊപ്പം എല്ലാ ദിവസവും ലൈവ് ട്രേഡിംഗ് സെഷനിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ എല്ലാ ദിവസവും സൂമിലൂടെ ഒരു ലൈവ് ട്രേഡിംഗ് സെഷൻസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്, അതും ഫ്രീ ആയിട്ട്. അപ്പൊ നിങ്ങൾക്ക് അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നിങ്ങളുടെ ട്രേഡിംഗ് ചെയ്ത് നെക്സ്റ്റ് ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.